പ്രേക്ഷകരെ, ന്യൂസ് ഡേറ്റ് സമാപിക്കും മുമ്പ് നാളെ എന്തൊക്കെയാണ് പ്രധാനമായും പ്രേക്ഷകർ അറിയേണ്ടത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. നാളെ അറിയാം. ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് നാളെ കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. DCCകളുടെ നേതൃത്വത്തിൽ മറ്റു ജില്ലകളിൽ കളക്ടറേറ്റുകളിലേക്ക് പ്രതിഷേധ പ്രകടനവും നടത്തും. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. SSLC രണ്ടാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനത്തൊട്ടാകെ 2964 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ 7 കേന്ദ്രങ്ങളിലുമായി 4,27,021 വിദ്യാർത്ഥികൾ റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതും. ഉച്ചയ്ക്ക് ശേഷമാണ് ഹയർ സെക്കൻഡറി പരീക്ഷകൾ. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ അപ്പീലിൽ ഹൈക്കോടതി വിധി നാളെ എത്തും. CBI അന്വേഷണം വേണ്ടെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ നവീൻ ബാബുവിന്റെ ഭാര്യ K മഞ്ജുഷ നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലുള്ളത്. സ്വകാര്യ സർവകലാശാല ബില്ലിനെതിരെ നാളെ ASFI നിയമസഭാ മാർച്ച് നടത്തും. നാളെ സഭയിൽ ബിൽ അവതരിപ്പിക്കാൻ ഇരിക്കെയാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് ആയിരുന്നു. സൗദിയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചന ഹർജി സൗദി കോടതി നാളെ പരിഗണിക്കും. വധശിക്ഷ റദ്ദാക്കിയതിനു ശേഷം 9ാമത്തെ തവണയാണ് റിയാദിലെ കോടതി കേസ് പരിഗണിക്കുന്നത്. ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലുള്ള കേസിൽ നിർണായക തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. പാലക്കാട് ടൗൺ, പൊള്ളാച്ചി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ റോബിൻസൺ റോഡിലെ റെയിൽവേ ഗേറ്റ് നാളെ രാത്രി 10 മണി മുതൽ മാർച്ച് 4 രാവിലെ 6 മണി വരെ അടച്ചിടും. മുതലമട, കൊല്ലങ്കോട് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ 27 നമ്പർ ലെവൽ ക്രോസ് നാളെ വൈകിട്ട് 6 മണി മുതൽ 6 മണി വരെ അടച്ചിടും. കണ്ണൂർ ഏച്ചൂർ സെക്ഷന് കീഴിൽ നാളെ രാവിലെ 9 മുതൽ വൈകിട്ട് 5:30 വരെ മാവിലാച്ചാൽ കനാൽ, ഏച്ചൂർ കോളനി എന്നീ ട്രാൻസ്ഫോമർ പരിധിയിലും നമ്പ്യാർപീടിക ട്രാൻസ്ഫോമറിന്റെ അയ്യപ്പൻമല ഭാഗത്തും വൈദ്യുതി മുടങ്ങും. കണ്ണൂർ ഇരിട്ടി, പെരുവംപമ്പ്, കല്ലുവയിൽ, നെല്ലിക്കാംപൊയിൽ റോഡിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. തളിപ്പറമ്പ് ബ്ലോക്കിലെ പൊക്കുണ്ട്, കൂനം, കുളത്തൂർ, കണ്ണാടിപ്പാറ നടുവിൽ റോഡിൽ ഈ മാസം 15 വരെ ഗതാഗത നിയന്ത്രണമുണ്ട്.